വി.ഡി. സതീശൻ സ്റ്റേണായിട്ട് പറയുന്നു എന്ത് ആര്യാണ ഷൗക്കത്തിനുള്ള നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കും, നിങ്ങൾ UDF എടുക്കാമെന്ന് പറയുന്നു. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അവർ പറയുന്നു അങ്ങനെയല്ല, UDF ചേരണം, അൻവർ കൂടി വേണം എന്ന് പറയുന്നു. ഇത് ഡീകോഡ് ചെയ്താൽ കിട്ടുന്ന ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു നിർണായക ഘടകമാണ് UDF സംബന്ധിച്ച്. അയാൾ കൂടെ നിന്നാൽ UDF അതുകൊണ്ട് ഗുണമുണ്ട്. അയാൾ ഇടഞ്ഞു നിന്നാൽ UDF തോൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അൻവറിനെ അനുനയിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് UDF സ്വീകരിക്കുന്നല്ലേ. അപ്പോൾ അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആര്യാണ ഷൗക്കത്ത് ഇവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ഇയാൾ പറഞ്ഞത് ഏറിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നാളെ കുഴപ്പമില്ല അങ്ങ് പോരാൻ പറയും, നമ്മൾ UDF എടുക്കാമെന്ന് പറഞ്ഞ് അയാളെ എടുത്തു കഴിഞ്ഞാൽ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ പോവാണ്. LDF തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തായിരിക്കും? ആര്യാണ ഷൗക്കത്തിനെതിരെ PV അൻവർ ഇന്നലെ പറഞ്ഞ വീഡിയോ എടുത്തിട്ടാണ് അവർ പ്രചരിപ്പിക്കുക. അപ്പോൾ നാളെ അൻവർ UDF ഭാഗമായി എന്ന് കരുതിക്കോ, നാളെ ഈ പ്രശ്നങ്ങൾ തീർന്നു, അൻവർ UDF ഭാഗമായി, ആര്യാണ ഷൗക്കത്തിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുകയാണ്, ആര്യാണ ഷൗക്കത്ത് മഹാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതോ? അപ്പോൾ ഇതിനൊരു ക്ലാരിറ്റി വേണ്ടേ? അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി ഇല്ല. എന്നെ UDF എടുക്കണം, എന്നെ മഴയത്ത് നിർത്തരുത്, എന്നെ കത്രിപ്പൂട്ട് നിർത്തിയേക്കാണ്, എന്നെ വിവസ്ത്രനാക്കി മഴയത്ത് നിർത്തരുത് എന്നാ പറഞ്ഞ് കാര്യമില്ല. എന്താണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള കുറഞ്ഞ പക്ഷേ അൻവറിനെങ്കിലും വേണം. അതില്ലാത്ത ഒരാളോട് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഡീൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ പെരുമാറുന്ന ഒരാളോട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരാൾക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിക്ക് മുന്നണിക്ക് സാധിക്കുക. അപ്പോൾ ഞാൻ കരുതുന്നത് UDF ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡാമേജ് കൺട്രോളാണ്. ആ ഡാമേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അൻവറിനെ എടുത്താൽ കുടുങ്ങും. അൻവറിനെ മുന്നണിയിൽ എടുത്താൽ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നാൽ നാളെ മുന്നണിയിൽ നിന്നല്ലേ ഇയാളെ സംസാരിക്കുക അല്ലേ? അപ്പോൾ മുന്നണിയിൽ എന്നെ അങ്ങോട്ട് എടുക്കാമോ എന്ന് കൊടുത്ത് അപേക്ഷ കൊടുത്തിരിക്കുന്ന ഒരാൾ മുന്നണി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ചീത്ത പറയുകയാണ്. അങ്ങനെയാണ് ഇയാൾ അകത്ത് വന്ന് എന്തായിരിക്കും പറയേണ്ടത്? നാളെ മുന്നണിയിൽ ഇരുന്നിട്ട് ഇയാൾ ഉണ്ടാക്കുമ്പോൾ കുഴപ്പം എന്തായിരിക്കും? ഈ അങ്ങനെ ഒരാളെ മുന്നണിയിൽ വെച്ചിട്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് പോയ UDF ഗതി എന്താവും? തൂഫാനായിപ്പോവും. അത് അവർക്കറിയാം. അപ്പോൾ ഇവരിപ്പോൾ നടന്നൊരു ഡാമേജ് കൺട്രോളാണ്. നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചു, നിലമ്പൂർ ഏത് വിധേനയും അൻവറിനെ അനുനയിപ്പിച്ച് കൊണ്ടുവരണം. അതേസമയം തന്നെ പാർട്ടി പ്രവർത്തകരുടെ വികാരം അവർക്ക് മാനിക്കണം. സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ ഈ മാതിരി തോന്നിയാസം പറഞ്ഞ ഒരാളെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തോന്നൽ അണികൾക്ക് ഉണ്ടാവരുത്. അണികൾ ഇറങ്ങി വേണം സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ. അപ്പോൾ ആ ഡാമേജ് കൺട്രോൾ മെക്കാനിസമാണ് അവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് ഈ കോൺഗ്രസിനകത്തെ ഭിന്നതയാണ്. സുധാകരൻ അൻവറിനോടൊപ്പം, KC വേണുഗോപാൽ അൻവറിനോടൊപ്പം, അടൂർ പ്രകാശും സണ്ണിയും വി.ഡി. സതീശനും വേറെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഡാമേജ് കൺട്രോൾ മെക്കാനിസമാണ്. അത് അൻവറിനെ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് പാലം കടക്കുന്നതുവരെ ഏതു വിധേനയും കൂടെ നിർത്തുക, വായടപ്പിക്കുക എന്ന തന്ത്രം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.